ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ് ചൂസ് PSC ട്രാക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി തന്നെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നൈറ്റ് സ്റ്റഡി വ്ളോഗാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. പലരും കുറച്ച് എന്തെങ്കിലും കണ്ടിട്ട് ഓടി പോകലുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും യൂസ്ഫുൾ ആയിട്ട് കിട്ടും. അതിനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്സ് എപ്പോഴും നൈറ്റാണ് കൂടുതലും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ മോൾ ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ചുകൂടെ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം വേണം മാത്സൊക്കെ പഠിക്കാൻ. കൂടുതലും ടഫായിട്ടുള്ള സബ്ജക്റ്റാണല്ലോ മാത്സ്. അപ്പോൾ എന്നും ജെറിൻ സാറിൻ്റെ ക്ലാസ് നോക്കിയിട്ട് തന്നെയാണ് പഠിക്കാറുള്ളത്. പഠിക്കുന്ന സമയത്ത് സാറിൻ്റെ കൂടെ ചെയ്യുമ്പോൾ വേഗം കിട്ടാറൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് അതൊരു ക്വസ്റ്റ്യനായി ചെയ്യുമ്പോൾ നമ്മൾ തനിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ടുള്ളതായിരിക്കാം, പക്ഷേ അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓർമ്മയിൽ വരാറില്ല. അപ്പോൾ ഞാൻ വീണ്ടും ടെൻഷനാവും, അയ്യോ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ വീണ്ടും വരുന്നു, വീണ്ടും ആ ഒരു ഭാഗം പഠിച്ചത് തന്നെ ആയിരിക്കാം, എന്നാലും വീണ്ടും അതന്നെ കേട്ട് നോട്ട്സൊക്കെ എഴുതി അങ്ങനെ പഠിക്കാറാണ്. മാത്സിന് വേണ്ടി ഒരുപാട് സമയം ഞാൻ ചിലവഴിക്കാറുണ്ട്. എങ്കിലും കിട്ടുന്ന ഒരു മാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ്. എനിക്ക് കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറയുന്നില്ല, ഏത് ഭാഗമെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഞാൻ അങ്ങനെ ഒരുപാട് ടൈം അതിന് വേണ്ടി കളയാറില്ല. ജസ്റ്റ് അത് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ ചെയ്യണം എന്ന് ഒന്ന് നോക്കി വെക്കും എന്നല്ലാതെ കൂടുതലും അതിനുവേണ്ടി ഞാൻ സമയം സ്പെൻഡ് ചെയ്യാറില്ല. കാര്യം എത്ര പഠിച്ചാലും ആ ഒരു ഭാഗം എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ മാറ്റി വെക്കുന്നില്ല. എങ്കിൽ പോലും എനിക്ക് ഇപ്പോൾ തീരെ ഇനി സമയമില്ലല്ലോ. അപ്പോൾ ഇനി അതിനു വേണ്ടി ഒരുപാട് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും വരുന്ന അതങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറില്ല, റയറായിട്ട് കാണാറുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ നോക്കാറില്ല. അപ്പോൾ എപ്പോഴും ഇതൊക്കെ ക്വസ്റ്റ്യൻസാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ആ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായി നോക്കി പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ പഠിച്ചാലാണല്ലോ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം, എല്ലാവരും എല്ലാം പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ധാരാളം പബ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ടാണ് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ആൾക്കാർ ഇത്തരം ബുക്കുകളെല്ലാം വായിച്ച് റെഡി ആയിട്ടാണല്ലോ പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചുകൂടെ, അതായത് PSCൻ്റെ ട്രെൻഡൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ നന്നായി പഠിക്കണം. അതായത് എല്ലാവർക്കും കിട്ടുന്ന മാർക്കിൽ നിന്നും ഒരു മാർക്ക് കൂടുതൽ കിട്ടിയാലാണല്ലോ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കേണ്ടത്. ഇതുവരെ എന്ത് പഠിച്ചു എന്നത് ഇരിക്കട്ടെ, അത് നല്ലപോലെ തന്നെ റിവിഷൻ ചെയ്ത് കട്ടയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ പ്രീവിയസ് നന്നായി നോക്കുക. പ്രീവിയസിൽ ഒരു മാർക്ക് പോലും നമുക്ക് പോവരുത്. 2021 മുതൽ 2024 വരെ ചോദിച്ചിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും, അതിൽ ഏതൊരു എക്സാം ആണെങ്കിലും അതിൽ GK, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആ പാർട്സൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഒരു 4 ക്വസ്റ്റ്യനാണ് കിട്ടുന്നത് എങ്കിൽ പോലും കുഴപ്പമില്ല. അത് ചിലപ്പോൾ 4-ൽ 1 എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു എക്സാമിന് നമുക്ക് ഉപകാരപ്പെട്ടാലോ. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്നതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഞാനും വിചാരിക്കാറുള്ളത്. പക്ഷേ നമുക്ക് റിവിഷനും കൊണ്ടുപോകണം. അതിൻ്റെ കൂടെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, വൊക്കാബുലറി ഉണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ വൊക്കാബുലറി എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ദൈവത്തിന് പോലും അറിയില്ല. കാര്യം അവിടെ നിന്ന് റിപ്പീറ്റായിട്ട് അധികം വൊക്കാബുലറി വരാറില്ല. ഞാൻ ഇതുവരെ നോക്കിയതിൽ വരാറില്ല എന്ന് വെച്ചാൽ 1-2 വരും എന്നല്ലാതെ അങ്ങനെ ഒരുപാട് റിപ്പീറ്റായിട്ട് വരാറില്ല. ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വരാറില്ല. പിന്നെ നമ്മുടെ ഫ്രൈസൽ വേർബ്സൊക്കെയാണ് പിന്നെയും കുറച്ചുകൂടെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മലയാളത്തിൽ പിന്നെ വൊക്കാബുലറി റിപ്പീറ്റ് വരാറുണ്ട്. അപ്പോൾ മലയാളം ഞാൻ പ്രീവിയസിൻ്റെ ബുക്ക് തന്നെയാണ് നോക്കി പോകുന്നത്. ഇതും വാങ്ങി വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല, കുറച്ച് വായിച്ചു പിന്നെ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതും ഇപ്പോൾ പരീക്ഷയോടനുബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, നമ്മളെല്ലാവരും പഠിക്കുന്ന പോലെ തന്നെ പഠിക്കുന്നു ഒക്കെ ശരിയാണ്. പക്ഷേ ആ ഒരു എക്സാം ഹാളിൽ നമ്മൾ എത്രത്തോളം നന്നായി ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റാങ്ക് മുന്നോട്ട് പോകുന്നതും താഴോട്ട് വരുന്നതും. അപ്പോൾ എല്ലാവരും ടെൻഷൻ എങ്ങനെയൊക്കെ ഒഴിവാക്കാം, അതുപോലെ തന്നെ പരമാവധി നെഗറ്റീവ് ഒഴിവാക്കാൻ ശ്രമിക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇനിയും ഉണ്ടല്ലോ 10-50 ദിവസം, എൻ്റെ കാര്യത്തിനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്കിനി ഒരു 50 ദിവസത്തോളം വരുന്നുണ്ട്. ഞാൻ റൗണ്ടാക്കി പറഞ്ഞതാണ്. സെപ്റ്റംബറിലും ഒക്ടോബറിലും എക്സാം ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പരമാവധി വർക്കൗട്ട് ചെയ്യുക എക്സാംസൊക്കെ. ഇനിയിപ്പോൾ ഈ ജൂലൈയിലാണെങ്കിൽ പോലും ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് എത്രത്തോളം നെഗറ്റീവ് വരുന്നുണ്ട്, നെഗറ്റീവ് പരമാവധി നമ്മൾ കുത്തില്ല എന്ന് തന്നെ, അല്ലെങ്കിൽ കറുപ്പിക്കില്ല എന്ന് തന്നെ വിചാരിക്കുക. നെഗറ്റീവിനോട് നമ്മൾ എന്താ പറയുക, നെഗറ്റീവ് വേണ്ട. നെഗറ്റീവ് ഇല്ലാതെ, എത്രത്തോളം നെഗറ്റീവ് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു അത്രയും മുന്നിലുള്ള റാങ്ക് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പരമാവധി നെഗറ്റീവ് ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ.
ഇനി പറയാനുള്ളത് നമ്മുടെ സമയം അത് ഇനി പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് സമയമാണ്. അപ്പോൾ കിട്ടുന്ന സമയം മുഴുവനായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെലഗ്രാംസിൽ ഒരുപാട് പേര് ഇപ്പോൾ ടെലഗ്രാം ട്രെൻഡിങ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം ടെലഗ്രാം ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളും അതിൽ അംഗങ്ങളാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം PSCയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ നടക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പോയിരുന്ന് നമ്മളുടെ അഭിപ്രായം പറയുന്നു, അവരുടെ അഭിപ്രായം കേൾക്കുന്നു, അതെല്ലാം വായിക്കുന്നു. അങ്ങനെ ഒത്തിരി സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും നിൽക്കരുത്. കിട്ടുന്ന സമയം ടെലഗ്രാം നല്ലതാണ്, ഗ്രൂപ്പ്സ് എല്ലാം നല്ലതാണ്, ധാരാളം നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ടെലഗ്രാമിലൂടെ കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഫോണിൽ ഒരുപാട് ഫോക്കസ് ചെയ്യരുത്. ഫോണിൽ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മുടെ കണ്ണിന് അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് എക്സാമിൻ്റെ ഒരു ടൈമിൽ ഫോണിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. എപ്പോഴും ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിനെ അത് ബാധിക്കുകയും പിന്നീട് എക്സാമിൻ്റെ ഒരു ടൈമിൽ കണ്ണിന് പ്രഷർ കൂടി കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് നമ്മുടെ എക്സാമിൽ ദിവസവും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഫോണുമായിട്ടുള്ള ബന്ധം പരമാവധി കുറച്ച് എക്സാം വരെയെങ്കിലും കുറയ്ക്കാൻ ശ്രമിക്കുക. ഒട്ടും നോക്കരുത് എന്നല്ല, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഒന്ന് നോക്കാം എന്നത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളമാണ് ഞാൻ മാത്സ് പഠിച്ചത്. മാത്സും മലയാളവും ഒക്കെ കൂടി ഒന്ന് ഓട്ടിച്ച് നോക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാനിരിക്കുന്നുണ്ട്. അത് പ്രീവിയസ് ആണ് പഠിച്ചത് കേട്ടോ. പ്രീവിയസ് നോക്കിയതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ SCRT ബുക്ക് അവിടെ കാണുന്നുണ്ട്. SCRTയിലെ ചില പോർഷൻസ് ഞാൻ വായിക്കുന്നുണ്ട്. ഈ റിവിഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വിഷയമായിട്ട് അത് വായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബുക്കും കൂടി വലിച്ചു വാരി ഇട്ടിട്ടാണ് എൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അതെടുത്ത് നോക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് പദ്ധതികളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷയിലും കാണപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ഈ കുടുംബശ്രീൻ്റെ പദ്ധതികളൊക്കെ ഒന്ന് നന്നായി നോക്കുന്നത് നല്ലതായിരിക്കും. അവിടെ നിന്നൊക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ അതും എപ്പോഴും ചോദിക്കാം. എക്സാമ്പിൾ ഇപ്പോൾ മെഡിസെപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. സ്നേഹസ്പർശം, സ്വാന്തനം അതെല്ലാം എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളത് നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യം തന്നെയാണ്. യൂട്യൂബിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് ഈ LDC എക്സാം തന്നെയാണ്. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഫോൺ തുറന്ന്, അതായത് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് LDC എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അല്ലെങ്കിൽ തന്നെ വരുന്നു ഫുൾ LDC ട്രെൻഡിങ് ഹോട്ട് ടോപ്പിക്സ് ഏതാണ്, അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻസുകൾ, അങ്ങനെ പല തരത്തിൽ പല ആളുകളും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി കാണുന്ന ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇത് കാണുമ്പോൾ സ്വാഭാവികമായും അവർക്കൊരു ടെൻഷനാണ്. അതായത് പലരും പല രീതിയിലാണ് പഠിക്കാൻ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ടൈം ടേബിളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ടൈപ്പാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി ശരിയല്ല തോന്നുന്നു. അങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഒരു ടൈം ടേബിൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. അത് 2 ദിവസം അത് തുടർന്ന് കൊണ്ടുപോയ ശേഷം വീണ്ടും വേറെ ഏതെങ്കിലും വീഡിയോ കാണുമ്പോൾ അവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് തന്നിരിക്കുന്നത് വിചാരിച്ചാൽ നമ്മൾ അതിലേക്ക് കിടക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേബിൾ അല്ലാത്ത രീതിയിലുള്ള ഒരു പഠനം ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. സ്വന്തമായി ഒരു ടൈം ടേബിൾ തയ്യാറാക്കി അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ റിവിഷൻ, നല്ലപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ റിവിഷനും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തായാലും 1 വീക്ക് കഴിഞ്ഞാൽ മറന്നു പോകും. അപ്പോൾ ഓരോ ആഴ്ചയും വീണ്ടും റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തം വോയിസിൽ റെക്കോർഡ് ചെയ്ത് അതെപ്പോഴും കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. കാര്യം ഇപ്പോഴത്തെ ട്രെൻഡിങ് LDC തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ വരുന്നത്. അപ്പോൾ എന്നാലും ഈ യൂട്യൂബിൽ തന്നെ മോക്ക് ടെസ്റ്റ് പറഞ്ഞിട്ട് ഒരു വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ, അതുപോലെ തന്നെ എക്സാം മോഡൽ എക്സാം, LDC മോഡൽ എക്സാം മോക്ക് ടെസ്റ്റ്. അതൊക്കെ നല്ലതാണ്, നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും. അതുപോലെ 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഏറ്റവും പഴയതൊന്നും നമ്മൾ നോക്കണ്ട. 2019 വരെയുള്ളത് തീർത്തും നോക്കണ്ട എന്നല്ല, ജസ്റ്റ് നമുക്ക് എല്ലാം അറിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 2021 മുതലാണ് പാറ്റേൺ മാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും 2021-24 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനും നോക്കാനൊക്കെ പറയുന്നത്. അപ്പോൾ അതാണെങ്കിൽ തന്നെ അതിൽ ഇതുപോലെ മോക്ക് ടെസ്റ്റുകളും LDCയുടെ ഒക്കെ വരുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ആപ്പ് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ യൂട്യൂബ് നോക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അറിയാത്തതൊക്കെ വരുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അതായത് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ എക്സാം ഉള്ളവർക്ക് ഇനിയും സമയമുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ എക്സാം ഇനി അടുത്ത 2 മാസം എക്സാം വരുന്ന ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അറിയാത്ത ഭാഗങ്ങൾ നോട്ട് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് അത് ചെയ്യണം, ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് കിട്ടൂ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്.
ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നെഗറ്റീവ് കുറയാനുള്ള ഒരു സാഹചര്യം അതിലൂടെ ഉണ്ടാവും എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ നെഗറ്റീവ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ റാങ്ക് മുകളിലോട്ട് കയറിപ്പോകും. അപ്പോൾ പരമാവധി നെഗറ്റീവ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം എക്സാംസ് മോക്ക് ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് പ്രത്യേകം ആപ്പ് തന്നെ വേണം എന്നൊന്നും ഇല്ലല്ലോ. നമ്മുടെ യൂട്യൂബിൽ അതായത് എക്സാമിനോട് അടുക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് ഇതുപോലെ മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഞാനും ഇങ്ങനെ യൂട്യൂബ് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഈ അടുത്തായിട്ട് ധാരാളം മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിക്കുന്നുണ്ട് സമയം കിട്ടുവാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന്. ഒരു എക്സാം എഴുതുക എന്ന് വെച്ചാൽ 100 ചോദ്യങ്ങൾ ഒന്നിച്ചിരുന്ന്, അതായത് 1 മണിക്കൂർ അതിന് വേണ്ടി മാറ്റിവെച്ച് ഇരുന്ന് എക്സാം എഴുതാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും യൂട്യൂബ്സിൽ വരുന്ന ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. അതല്ല 1 മണിക്കൂർ ടൈം ഉണ്ട്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായി ചെയ്യാൻ പറ്റും, അതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് എന്ന് തോന്നുന്ന ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂർ ബബിൾ ചെയ്യുക അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒത്തിരി 1 മണിക്കൂർ ബബിൾ ചെയ്യുന്നത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അറിയാത്തതൊക്കെ ഒന്ന് കുറിച്ച് വെക്കുക. അതിനൊക്കെ കൂടി ആകുമ്പോൾ തന്നെ ഒരു 2 മണിക്കൂർ സമയം എന്തായാലും വേണ്ടി വരും. അപ്പോൾ കൂടുതലും രാത്രിയിലായിരിക്കാം, കുഞ്ഞുങ്ങളെയൊക്കെ ഉറക്കി രാത്രിയിലായിരിക്കാം ഇതുപോലെ എക്സാം ഒക്കെ എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2 മണിക്കൂർ വേസ്റ്റ് ചെയ്യേണ്ട എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. സമയം ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകളെല്ലാം യൂസ് ചെയ്ത് നോക്കൂ, നല്ലതായിരിക്കാം, നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.